ലോക ശ്വാസകോശാർബുദ ദിനാചരണവും ലോക മുലയൂട്ടൽ വാരാചരണവും ഇരുവേരി CHC കോൺഫറൻസ് ഹാളിൽ നടന്നു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയം നിന്നു പോകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഇല്ലാതാകുക, നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയ വാൾവിലുണ്ടാകുന്ന അസുഖങ്ങൾ. അതുപോലെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഓരോ കോശങ്ങളും ഓരോ സമയത്തും ഇങ്ങനെ തുടർച്ചയായി വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നടന്നത്. ഏതെങ്കിലും ഒന്നും കേടാകുമ്പോൾ അതിലെ പുതുതായി കോശങ്ങൾ വളർന്നു വരികയും നേരത്തെ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് ക്ഷതമേൽക്കുകയും ചെയ്യുമ്പോൾ അത് ചെറിയ പാടകൾ പോലെ ഇതിനകത്തേക്ക് പറ്റിപ്പിടിച്ച് പിന്നീട് അത് ചെറിയ മുളരൂപത്തിലൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർ KT ബിന്ദു സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ MV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ CHC ഇരുവേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K മായ മുഖ്യപ്രഭാഷണം നടത്തി. CHC ഇരുവേരി ഡോക്ടർ വിജിത് PK, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ ഉഷ PN എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ടീം ഈ 2025 ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിന്റെ തീമായിട്ട് ഉള്ള പോയിന്റ്. അപ്പം ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ മുലയൂട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ് മുലയൂട്ടൽ? എന്താണ് മുലയൂട്ടൽ? ഒരു സ്ത്രീ അല്ലേ, ഒരമ്മ ഒരു കുഞ്ഞിന് യാതൊരു ഉപകരണങ്ങളോ ഉപാധികളോ കൂടാതെ അല്ലേ, യാതൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഫീഡിങ് ബോട്ടിലോ ഒന്നുമില്ലാതെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന പാല് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മുലയൂട്ടൽ എന്ന് പറയുന്നത്. ലങ് ക്യാൻസർ വരാൻ സാധ്യതയുള്ളവരും വന്നവർക്കായി എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ വരാൻ സാധ്യതയുള്ളവർക്കും ആ സിറ്റുവേഷനിൽ ജീവിക്കുന്നവർക്ക് അതിൻ്റെ പ്രിവെൻഷനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കുക. ഇതാണ് നമ്മുടെ ഈ ടീമിൻ്റെ തീവ്രകുറിച്ച് പ്രതിപാദിക്കുന്നത്. E മനോജ്, EB ഷീല തുടങ്ങിയവർ സംസാരിച്ചു. AKG സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ആശാ വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.